അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദുർഗന്ധമുള്ള ഒരു പൂവാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ വലുപ്പമുള്ള ഒരു പൂവും കൂടെയാണത്. ആർക്ക് കൊടുക്കും? പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ കൊടുക്കേണ്ടി വരും. എനിക്കറിയാം പേര്. എനിക്കറിഞ്ഞൂടാ ആരാ. നീ അല്ലെങ്കിൽ പറയാൻ പറ്റൂലെങ്കിൽ ഒരു ആക്ഷനയിലും കാണിക്കണം. ഈ റെഫ്ലേഷ്യ പൂവ് ആർക്ക് കൊടുക്കും ആ വീട്ടിനകത്ത്? അതായത് പൂജ, നീ അങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ അയ്യോ പൂജ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പൊ പറഞ്ഞോളൂ. അതൊന്നും ഞാൻ പറയില്ല, ഞാനും പറയത്തില്ല. ഓക്കെ. അപ്പൊ ആ മനസ്സിലാവാത്ത വ്യക്തിക്കാണ് കൊടുക്കുന്നത്. അടുത്തത് മുല്ലപ്പൂ. ഓ, അപ്പൊ അത് വേറെ ആരെങ്കിലും ആയിരുന്നു? പോട്ടെ, എന്നാലും പോട്ടെ. മുല്ലപ്പൂ. മുല്ലപ്പൂ നല്ല മണമാണ് മുല്ലപ്പൂ. പക്ഷെ ചിലവർക്ക് മുല്ലപ്പൂ ഇഷ്ടമല്ല, കാരണം മുല്ലപ്പൂവിന്റെ മണം ഓവറായിട്ട് തലവേദന വരും. ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരാൾക്ക് തന്നെ നമുക്ക് കൊടുക്കാം. അല്ല ഇപ്പൊ ഹൗസിനകത്തുള്ള വേണം. ഇപ്പോഴോ? ആ, മുല്ലപ്പൂ അല്ലേ? അപ്പൊ മുല്ലപ്പൂ നമ്മൾ നല്ല മണമാണ്, പക്ഷെ കുറെ നേരം നമ്മൾ സ്മെല് ചെയ്ത് നമുക്ക് തലവേദന എടുക്കും. അപ്പൊ തലവേദന. അപ്പൊ അങ്ങനെ ഒരു സെൻസിൽ പറയുമ്പോൾ നോറയ്ക്ക് മുല്ലപ്പൂ കൊടുക്കാം. അതുകൊണ്ട് അവൾക്ക് തലവേദന എടുക്കൂന്ന്. അവർ നല്ല ചേർച്ചയാ. ഓ, മുല്ലപ്പൂവും നോറയും തമ്മിൽ ചേർച്ചയാണെന്ന്. ഓക്കെ. അടുത്തത് റോസാപ്പൂ. റോസാപ്പൂ എന്ന് പറയുമ്പോൾ നമുക്ക് പല റോസാപ്പൂക്കളുണ്ട്. റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്. അപ്പൊ ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കാം, ഒരു ലവിന് കൊടുക്കാം. അങ്ങനെ ഒരു റോസാപ്പൂ ആർക്ക് കൊടുക്കും? റോസാപ്പൂ ഞാൻ കൊടുക്കുന്നത് ശ്രീതുവിന് കൊടുക്കും. ശ്രീതുവിന് കൊടുക്കും. ശ്രീതു എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചോട്ടെ. അവള് റോസാപ്പൂക്കെ വെച്ച് കളിക്കുമ്പോ നല്ല രസമാണ് ശ്രീതുവിന് കൊടുക്കാൻ. ഓക്കെ. അടുത്ത എന്ത് ഉടായ്മാണ്? ചെമ്പരത്തി പൂ. ഞാനത് ജാനുവിനോട്. ഇല്ല, ജാനുവിന് കൊടുക്കത്തില്ല. ചെമ്പരത്തി ഞാൻ നോറയ്ക്ക് കൊടുക്കും. ഇല്ല, കൊടുത്തല്ലോ. ഇനി അവിടെ ചെമ്പരത്തി ആർക്ക്? ഇനി ആർക്ക് ചെമ്പരത്തി കൊടുക്കും? ഋഷിക്ക് കൊടുക്കും. ഋഷിക്ക്. അതെന്താ മുടിയിൽ കാണൂല വെച്ചത്? എവിടെങ്കിലും വെച്ചോട്ടെ, അവിടെ തലയിൽ എവിടെയെങ്കിലും വെച്ചോട്ടെ. അവന് ഇടയ്ക്കിടയ്ക്ക് കിളി പോയ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അവന് എന്നെ മനസ്സിലാവുന്നില്ല. അപ്പൊ ചെമ്പരത്തിക്ക് വെച്ച് കൊച്ചൊന്ന് തലയിൽ താളിയൊക്കെ ഇട്ട് റെഡി ആയിട്ട് കാര്യങ്ങളെ കറക്റ്റ് ആയിട്ട് നോക്കണം. ചുറ്റിലെല്ലാം നടക്കാനായി നോക്കണം. തലയിൽ താളിയൊക്കെ ഇട്ട് തണുത്ത് തലയ്ക്ക് ഒന്ന് സെറ്റ് ആയിട്ട് ആളൊന്ന് പുറത്ത് വരട്ടെ. അപ്പൊ ചെമ്പരത്തി പൂ ഋഷിക്കാണ്.